ഗുഡ് മോർണിംഗ്. അപ്പോൾ നല്ല മഴയും തണുപ്പൊക്കെയാണല്ലേ. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് കുറച്ച് നേരം കൂടി കിടന്നിട്ട് വൈകിയാണ് കേട്ടോ എഴുന്നേറ്റത്. ഞങ്ങൾക്കിന്നൊരു ഹൗസ് വാമിംഗ് ഉണ്ട്, അതിന് പോകണം. ഇപ്പോൾ മഴ ഒന്ന് മാറി നിൽക്കുകയാണ്. രാത്രിയൊക്കെ നല്ല പെയ്ത്തായിരുന്നു. ഇനി ഞങ്ങൾ പോകണ ടൈം ആകുമ്പോഴേക്കും മിക്കവാറും നല്ല മഴയായിരിക്കും. സൺഡേ മിക്കവാറും ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ് സാൻഡ്വിച്ച് ആയിരിക്കും കേട്ടോ. ഇന്ന് അതൊന്ന് മാറ്റി പിടിച്ചേ, പൂരിയും ചായയും കുടിക്കാമെന്ന് പറഞ്ഞു. കറി ഉണ്ടാക്കിയാലും ഇവന്മാരൊക്കെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും ഇവന്മാർ ചിലപ്പോഴേ കഴിക്കുള്ളൂ ഫുഡൊക്കെ. പിന്നെ പോകുമ്പോൾ പ്രത്യേകിച്ച് മടിയായിരിക്കും, ചായ മാത്രം കുടിക്കുകയുള്ളൂ. ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പോകാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. ഇവരെഴുന്നേറ്റ് വരുമ്പോൾ തന്നെ 10 മണി 10:30 ആകും. അപ്പോൾ ഞാൻ പൂരിയും ചായയും ചൂടന് തന്നെ ഉണ്ടാക്കിയപ്പോൾ തന്നെ ഞാൻ കഴിച്ചിട്ടാ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കോമ്പോണ് ഈ പൂരി പൊരിച്ച് ചൂടന് ചായയും കൂട്ടി കഴിക്കുക. പിന്നെ ഇവർക്കൊരു മാങ്ങ കട്ട് ചെയ്ത് വെച്ച് പിന്നെ പഴമൊക്കെ ഉണ്ട്, അപ്പോൾ ആവശ്യമുള്ളത് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. 11 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ റെഡിയായിട്ടോ. അപ്പോൾ അത് അഫ റെഡിയായിട്ട് നിൽക്കണതാണ്. പിന്നെ കാക്ക ഓട്ടോ വിളിച്ചിട്ട് വന്ന് ഞങ്ങൾ ഓട്ടോക്കാണ് പോകണത്. എല്ലാവർക്കും കൂടിയും പോകണമല്ലോ, അപ്പോൾ 2 വീലറിന് എന്തായാലും പറ്റില്ല. അപ്പോൾ അതെ നല്ല 2-3 ദിവസമായിട്ട് നിർത്താതെ മഴയാണല്ലോ. പോകണ വഴിയിലൊക്കെ ഇത് റെയിലിൻ്റെ താഴെയുള്ളൊരു തുരപ്പാണ്. അപ്പോൾ അവിടെ ഫുള്ള് നമ്മൾ പോകണ വഴിയൊക്കെ വെള്ളമാണ്. പിന്നെ അത് പോകണ വഴിക്കാണെങ്കിൽ പുഴയൊക്കെയും നിറഞ്ഞ് ഇങ്ങനെ ഒഴുകുകയാണ്. കുട്ടമ്മശ്ശേരിയിലാണ് കേട്ടോ നമുക്ക് ഹൗസ് വാമിംഗ് ഉള്ളത്. അപ്പോൾ അതേ എത്തിയിട്ടുണ്ട്. ഇതാണ് വീട്. ഞങ്ങൾ ഒരു 11:30-11:45 ആയപ്പോഴത്തേക്കും അവിടെ എത്തി. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ, റിലേറ്റീവ്സൊക്കെ. പിന്നെ അത് ആളുകൾ കുറേ ഉള്ളതുകൊണ്ട് ഒരുപാട് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റണ്ടായില്ല. ഇതാണ് വിസിറ്റിംഗ് ഹോളും അവരുടെ ഒരു റൂം. പിള്ളേർ സെറ്റ് എല്ലാവരും കൂടി ഇവിടെ നിന്ന് ലുഡോ കളിക്കുകയാണ് കേട്ടോ. ഇവർക്ക് അവിടെ ചെന്നാലും ഒരുമിച്ചിരുന്ന് ലുഡോ കളിക്കലും ഫോട്ടോ എടുക്കലുമാണ്. പിന്നെ ഇത് കിച്ചൺ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മൾ ഇങ്ങനെ ഓരോ പ്രോഗ്രാംസൊക്കെ ഉള്ളപ്പോഴാണല്ലോ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുക. പ്രത്യേകിച്ച് നമ്മൾ മാരീഡായിട്ടുള്ള ഗേൾസ് നമ്മുടെ ഫാമിലിയിൽ അവർക്കൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഫങ്ഷൻസൊക്കെ വരുമ്പോഴാണല്ലോ നമ്മൾ ഒരുമിച്ച് കൂടുകയും ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ. പിന്നെ നമ്മുടെ മെയിൻ പ്രോഗ്രാം ഫുഡ് അടിയിലേക്ക് കടന്നു ഞങ്ങൾ. നല്ല മഴയായിരുന്നു. അപ്പോൾ നല്ല നെയ്ച്ചോറും ബീഫും പുളിങ്കറി കച്ചമ്പർ അച്ചാർ അടിപൊളിയായിരുന്നു കേട്ടോ ഫുഡൊക്കെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വന്നിട്ടാണ് ഞങ്ങൾ പിന്നെ മുകളിലേക്കൊക്കെ കയറിയത്. വീടിൻ്റെ സ്റ്റെയറിൻ്റെ പകുതിക്ക് വെച്ചിട്ടാണ് കേട്ടോ ഈ ബാൽക്കണി. നല്ല വ്യൂ ഒക്കെ ഉണ്ട് ഇവിടെ നിന്ന്. ഇവിടെ ചെറുതായിട്ട് ഗ്ലാസ് ആണ് അവിടെ. അപ്പോൾ അങ്ങനെ പിന്നെ അവിടെ നിന്ന് കുറച്ചുകൂടി അങ്ങോട്ട് സ്റ്റെപ്സ് ഉണ്ട്. അങ്ങനെ കയറുമ്പോൾ ഈ 2 സൈഡിലായിട്ട് ഇവിടെ വിസിറ്റിംഗ് ഹോളും ഡൈനിങ് ഹോളും നമുക്ക് ഇവിടെ നിന്ന് വ്യൂ കിട്ടും കേട്ടോ. അങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് അവർ ചെറിയൊരു ഹോള് മാത്രം എടുത്തിട്ടുള്ളൂ. ഇത് വാഷിംഗ് മെഷീനൊക്കെ വെക്കാനായിട്ട് ഇവിടെ ഈ ഷീറ്റ് വർക്ക് ഇക്കാക്ക ചെയ്തേക്കണതാണ്. പിന്നെ 2 റൂം എടുക്കാനുള്ള സ്പേസ് അവിടെ ടെറസിൻ്റെ അവിടെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇത് ഒരു ഫുൾ വിൻഡോ ആയിട്ട് ഉള്ളതാണ്. പിന്നെ ഇത്രയാണ് മുകളിലുള്ളൂ. ഇവനിവിടെ സ്ഥലം വാങ്ങിച്ചപ്പോൾ മുതൽ പറയണതാണ് ഇവിടെ അടുത്തൊരു അടിപൊളി പ്ലേസ് ഉണ്ട് തുമ്പിച്ചാൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ പോകാമെന്നൊക്കെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി എല്ലാവരും മൊത്തം ഫാമിലിയൊക്കെ പാടെ മാമന്മാരും ഈയമാരും എല്ലാവരും കൂടി ഞങ്ങൾ ഇത് കാണാൻ വേണ്ടി വന്നേ. അപ്പോൾ ഈയ പറയണത് ഇവർ കഴിഞ്ഞ ആഴ്ചയായിരുന്നു പാല് കാച്ചൽ. അപ്പോൾ അതിന് നമ്മുടെ കാരണന്മാരെ മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർ വന്നപ്പോൾ ഫുള്ള് ഇവിടെ താമരയിരുന്നെന്ന്. ഇപ്പോൾ മഴ പെയ്യലും പിന്നെ അവിടെ എന്തോ ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ടായതുകൊണ്ട് അതൊക്കെ പോയേക്കാണ്. ഇപ്പോൾ അതിൻ്റെ ഇലകൾ മാത്രമാണ് ഇവിടെ കിടക്കണുള്ളൂ. താമരകളൊക്കെ പോയി. ആ അറ്റത്തൊക്കെ ചെറുതായിട്ട് കാണാം. അപ്പോൾ അത് ഈ തോടൊക്കെ കണ്ട ഇതൊക്കെ പണ്ടൊക്കെയുള്ള നമ്മുടെ തറവാടുകളിലൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്താണ് കേട്ടോ. നല്ല രസമല്ലേ. ഇത് പിന്നെ ഒരു സ്കൂളാണേ, അമൽ പബ്ലിക് സ്കൂളാണ് കാണുന്നത് ഇതിൻ്റെ അപ്പുറത്ത്. അപ്പോൾ ഈ റോഡിൻ്റെ 2 സൈഡിലായിട്ട് ഒരു സൈഡിൽ താമരക്കുളവും ഇപ്പുറത്തെ സൈഡിൽ ഒരു പാടമാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്.
ഈ ഹരിതാപവും പച്ചപ്പും എന്നൊക്കെ പറയുന്ന പോലെ നല്ല പച്ചപ്പരവതാനി വിരിച്ച പോലെ പാടം. പക്ഷേ ഇപ്പം മഴ പെയ്തുകൊണ്ട് ഫുള്ള് അവിടെയും വെള്ളമാണ്. ഇപ്പം ആ റോട്ടിലും നിറച്ച് വെള്ളമാണ്. അതായത് പാടവും താമരക്കുളവും റോഡും ഫുൾ വെള്ളത്തിലാണ്. പിള്ളേരൊക്കെ അതേ അവിടെ വന്ന് ഇങ്ങനെ അതിലൊക്കെ ഇറങ്ങണുണ്ട് കേട്ടോ, ആ വെള്ളത്തിലൊക്കെ. ഇവന്മാർ പിന്നെ അവിടെ നിന്ന് എന്തോ ചൂണ്ട പോലത്തെ എന്തോ അവിടെ ഇരിക്കണ്ടായിരുന്നു. കുളത്തൊന്നും ഉണ്ടായില്ല, എന്നാലും ചുമ്മാ ഷോ കാണിക്കുകയാണ് ചൂണ്ടയൊക്കെ ഇടുന്ന പോലെ. പിന്നെ എല്ലാവരും കൂടി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ പോകുന്നുട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൗസ് ഓണർ, എൻ്റെ അനിയൻ. ആൾ ഫോട്ടോഗ്രാഫറാണ്. പിന്നെ ഇതാണ് അവൻ്റെ വൈഫ്, അവൾ സൊസൈറ്റിയിൽ വർക്ക് ചെയ്യാണ്. അപ്പം ഞങ്ങൾ ക്ഷീണിച്ച് വന്നപ്പോൾ ഞങ്ങൾക്ക് വെള്ളം കലക്കുന്നതാണ്. അവൻ ട്യൂഷൻ ഇല തുടക്കാൻ. ക്യാമറ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനൊരു അഭിനയ സിംഹാക്കോട്ട. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്യാമറ മാറ്റി കഴിയുമ്പോൾ ആൾ പിന്നെ മാറും. 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഓട്ടോ വന്ന്. പിന്നെ വൈകിട്ടത്തുള്ള ഫുഡൊക്കെ ഉണ്ടാക്കണമല്ലോ. നൈറ്റ് ഞങ്ങൾക്കൊരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറായിരുന്നു ഗൈസ്. കാരണം കാറ്റും മഴയൊക്കെ ആയതുകൊണ്ട് വന്നപ്പോൾ കറണ്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരു പാക്കറ്റ് ന്യൂഡിൽസൊക്കെ വാങ്ങിച്ച് അതുണ്ടാക്കി സാപ്പിട്ടിട്ട് കിടന്നുറങ്ങി. എല്ലാവരും കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നേരത്തെ കിടന്നുറങ്ങി. അന്ന് പിന്നെ രാത്രി 2:30 ആയപ്പോഴാണ് കറണ്ട് വന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.